ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്ന എഗ് ദൊണ്ണെ ബിരിയാണിയും അതേപോലെ വങ്കായ് കാറും, അതായത് സ്റ്റഫ് ബ്രിഞ്ചോൾ ഫ്രൈൻ്റെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ദൊണ്ണെ ബിരിയാണിയുടെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. സാധാരണ നമ്മൾ ചിക്കൻ ദൊണ്ണെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇത് എഗ് ദൊണ്ണെ ബിരിയാണിയാണെന്ന് മാത്രം. ഞാൻ അതിനായിട്ട് ആദ്യം തന്നെ ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു ഗ്ലാസ് റൈസ് എടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ കഴുകിയിട്ട് മിനിമം ഒരു 30 മിനിറ്റെങ്കിലും ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കണം. കാരണം ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 30 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് വലിയ ജാറിലേക്ക് ഒരു കൈപ്പിടിയോളം നിറച്ചും മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ നേർ പകുതി പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുതിനയില പകുതി മതി കേട്ടോ. പിന്നെ ഒരു 10 തൊട്ട് 15 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കുറച്ച് മുന്നിട്ട് നിൽക്കണം, അതുകൊണ്ട് 10 തൊട്ട് 15 പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഏകദേശം ഒരു 10 തൊട്ട് 12 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തു. പിന്നെ 2 ഇഞ്ചോളം പട്ട, ഒരു 3-4 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു ഉള്ളിയും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. വെള്ളം ചേർക്കാതെ അരയ്ക്കണം. പിന്നെ ഉപ്പ് എന്തിനാ ചേർക്കുകയെന്ന് വെച്ചാൽ നമ്മൾ അരച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഈ ഗ്രീൻ കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഇനി ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. ഞാനിന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത് കുക്കറിലല്ല കേട്ടോ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇൻഡസ് വാലിയുടെ ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബിരിയാണി കുക്കിംഗ് പോട്ടിലാണ്. നമുക്ക് ബിരിയാണി മാത്രമല്ല കേട്ടോ, ഇതിൽ കറി വേണമെങ്കിലും ഉണ്ടാക്കാം, അതേപോലെ സൂപ്പ്, പാസ്ത, എന്ത് ഐറ്റംസ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഞാനിന്ന് ബിരിയാണിക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ അടി പിടിക്കില്ല എന്ന് എനിക്കൊരു ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി നോക്കി. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒട്ടും അടി പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. സാധാരണ നമ്മൾ സ്റ്റീലിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെയായാലും ചെറുതായിട്ടൊന്നും അടി പിടിക്കുമല്ലോ. പക്ഷേ ഈ പാത്രത്തിൽ ഉണ്ടാക്കിയിട്ട് ഒട്ടും അടി പിടിച്ചിട്ടില്ല. കാരണം നല്ല ഹെവിയാണ് കേട്ടോ ഈ പാത്രം. നിങ്ങൾ കാണുന്ന പോലെ അത്ര സിമ്പിളൊന്നും അല്ല, നല്ല ഹെവിയാണ്. ഏകദേശം 1.5 കിലോളം ഉണ്ട് ഈ പാത്രം തന്നെ. അത് മാത്രമല്ല ഇതിന് സിലിക്കോൺ ഹാൻഡിൽസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ഗ്രിപ്പ് ഉണ്ട് കേട്ടോ പിടിക്കാനായിട്ട്. പോരാത്തിന് പാത്രം നല്ല ചൂടാണെങ്കിലും നമ്മുടെ കൈ ഒട്ടും പൊള്ളത്തില്ല കേട്ടോ. ഇത് പിടിച്ചിട്ട് ഇളക്കാനൊക്കെ നല്ല ഈസിയാണ്. മാത്രമല്ല ഇതിൻ്റെ ഫിനിഷിംഗ് ഒന്ന് നോക്കി. എനിക്കിതിൻ്റെ ഫിനിഷിംഗ് ഭയങ്കര ഇഷ്ടമായി. ഫിനിഷിംഗ് മാത്രമല്ല, എനിക്ക് മൊത്തത്തിൽ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതുപോലെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും പറയുന്നത്. ഇപ്പോൾ ഈ പ്രോഡക്റ്റിന് 40% ഓഫ് ഉണ്ട് കേട്ടോ. പ്ലസ് എക്സ്ട്രാ 12% ഡിസ്കൗണ്ടും കിട്ടും. സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ, നിഷാൻ എന്ന് പറഞ്ഞിട്ട് കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 12% എക്സ്ട്രാ ഓഫും കിട്ടും കേട്ടോ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാവേ. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് പോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ചേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പുഴുങ്ങിയ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഞാനിവിടെ മൊത്തത്തിൽ 5 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ എണ്ണയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ആദ്യം ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ തവി കൊണ്ടൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉടഞ്ഞു പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടിക്കോളും. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ മുട്ട ഒന്ന് മാറ്റി വെക്കാൻ പോവാണ്. അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന മസാല ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു ടീസ്പൂണോളം അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ മാത്രം മസാല ഒന്ന് തേച്ചിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഒരു ഗ്രീൻ കളർ കിട്ടാനായിട്ട് മസാല ഒന്ന് മുട്ടയിലേക്ക് ഇറങ്ങാനായിട്ടുമാണ് അത് ചെയ്യുന്നത്. അത് മാരിനേറ്റ് ചെയ്ത് അങ്ങനെ തന്നെ മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള എണ്ണയിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് കാർഡമം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഷാജീരം, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മാത്രം യൂസ് ചെയ്താൽ മതി. ഏതെങ്കിലും ഒന്ന്, ഷാജീര അല്ലെങ്കിൽ പെരിഞ്ജീരകം ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. ഞാൻ രണ്ടും കുറച്ച് ചേർത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു വലിയ ഉള്ളി നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. ഉള്ളി അത്യാവശ്യം ഒന്ന് കളറൊക്കെ മാറി വരണം. ബ്രൗൺ ആയി പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി ഉള്ളി ഒന്ന് വാടി വന്നാൽ മതി. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ അരച്ച മസാല ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അതൊട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. അങ്ങനെ വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത മസാലയാണിത്. അതുകൂടി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ സമയം കൊണ്ട് നമ്മൾ ചേർത്തിക്കുന്ന മസാല കംപ്ലീറ്റ്ലി ഒന്ന് ഡ്രൈ ആയി വരും. ഇങ്ങനെ ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒരു ചെറിയ തക്കാളിയാണ് ചേർത്തേക്കുന്നത്. നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി. അതല്ല പുളി ഇല്ലാത്ത തക്കാളിയാണെങ്കിൽ 2 തക്കാളിയൊക്കെ ആവാം കേട്ടോ. ഇതിപ്പം ഒരു തക്കാളിയാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. തക്കാളി ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ വരെ ആകാം.
അതിൽ കൂടുതൽ വേണ്ട കേട്ടോ. നമ്മൾ ഓൾറെഡി ഗരം മസാലയൊക്കെ ചേർത്തതുകൊണ്ട് ഒരുപാട് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു അളവിൽ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ പോവാണ്. പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ പുളിയില്ലാത്ത തൈര് 1/4 കപ്പിന് താഴെ ചേർത്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ആക്കാം. ഒരുപാട് തൈര് വേണ്ട കേട്ടോ. കുറച്ചൊന്ന് തൈര് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, സിമ്മിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. തീ ഒട്ടും കൂട്ടാൻ പാടില്ലേ. തൈര് ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. അതിൽ കൂടുതലും ഇല്ല കുറവുമല്ല. 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചേക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നിങ്ങളിത് കുക്കറിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം മതി കേട്ടോ. ഒരുപാട് വെള്ളം വേണ്ടേ. അത് കഴിഞ്ഞ് ലാസ്റ്റിൽ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. നെയ്യ് ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് മുട്ട വെച്ച് കൊടുക്കാൻ പോവാണ്. നമ്മൾ മാരിനേറ്റ് ചെയ്ത മുട്ടയില്ലേ, അതൊന്ന് വെച്ച് കൊടുക്കാൻ പോവാണ്. മൊത്തത്തിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെക്കുക. ഇനി ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡി ആവും കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ മുകളിലത്തെ റൈസ് അങ്ങനെ തന്നെ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും അടച്ചു വെച്ചു. മൊത്തത്തിൽ 15 മിനിറ്റ്സ് ആണ് കുക്കിംഗ് ടൈം എടുത്തത്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് തണുക്കുന്ന സമയത്ത് ഇളക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഇളക്കി കാണിച്ചതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ദൊണ്ണെ ബിരിയാണി റെഡിയാണ്. സോ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും. ഭയങ്കര സിമ്പിൾ അല്ല ഉണ്ടാക്കാനായിട്ട്. ഒരു പ്രത്യേക ഫ്ലേവറും പ്രത്യേക ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് വങ്കായ് കാരത്തിൻ്റെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. ഇതൊരു ആന്ധ്ര ഡിഷാണ് കേട്ടോ. അത്യാവശ്യം നല്ല എരിവുള്ള ബ്രിഞ്ചോൾ ഫ്രൈൻ്റെ ഡിഷാണ് ഇത്. നല്ല ടേസ്റ്റാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് മസാലയ്ക്കും. അപ്പോൾ ഞാൻ അതിനായിട്ട് ഈ നീളം വഴുതനങ്ങയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ചെറിയ പേർപ്പിൾ വഴുതനങ്ങ വരുമല്ലോ, മൂത്ത അരി ഇല്ലാത്ത വഴുതനങ്ങ ഉണ്ടല്ലോ, അതാണ് ബെസ്റ്റ്. മറ്റേ നമ്മൾ സാധാരണ സാമ്പാറിനിടുന്ന വഴുതനങ്ങയാണെന്നുണ്ടെങ്കിൽ ഇളം വഴുതനങ്ങ വേണം എടുക്കാനായിട്ട്. അത് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ മൊത്തത്തിൽ 4 വരയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ 2 ആയിട്ട് ഇടാം. പക്ഷെ ഞാൻ ഇതിന് 4 ഇടുന്നത് വെച്ചാൽ ഒന്ന് നോക്കുകയാണ് പുഴു ഉണ്ടെങ്കിൽ, അഥവാ പുഴു ഉണ്ടെങ്കിൽ മാറ്റി വെക്കാൻ വേണ്ടി. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനമാണ് ബ്രിഞ്ചോൾ. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫുൾ എല്ലാം ഒന്ന് നീറ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് മസാല സ്റ്റഫ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ഇതിന് വേണ്ട ഒരു മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ചെറിയ ജാറിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഞാൻ പൊട്ടുകടല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെ ആവാം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 10 അല്ലി വെളുത്തുള്ളി ഉണ്ടാവും, അത് ചേർത്ത് കൊടുത്തു. കുറച്ച് കരിവേപ്പില, ഉപ്പ്, പിന്നെ 1 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലാണ് പൊടിച്ചെടുത്തേക്കുന്നത്. ഭയങ്കര ഫൈൻ പൗഡർ അല്ല, ഈ ഒരു ടെക്സ്ചറിൽ മതി കേട്ടോ. ഇനി നമുക്കിത് സ്റ്റഫ് ചെയ്ത് കൊടുക്കണം. അത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ പരിപാടിയാണ്. ഇനി ഈ സ്റ്റഫ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, ഇതൊരു തെറാപ്പി പോലാണ്. എനിക്ക് ശരിക്കും ഇതൊരു തെറാപ്പി പോലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് നീറ്റായോ എന്നൊക്കെ നോക്കാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കണം, ബ്രിഞ്ചോളിൽ നല്ല പുഴുവിൻ്റെ ശല്യം ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഞാനിപ്പോൾ എടുത്തു വെച്ച ബ്രിഞ്ചോളിൽ നിന്ന് തന്നെ ഏകദേശം 2-3 ബ്രിഞ്ചോൾ എനിക്ക് കളയേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു 4 കട്ടെങ്കിലും കൊടുക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നീറ്റായിട്ട് കാണാൻ പറ്റും എല്ലാ സൈഡിലും എങ്ങനെയുണ്ടെന്നുള്ളത്. അഥവാ രണ്ട് തവണ മാത്രം വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അപ്പുറത്തോ ഇപ്പുറത്തോ ഒക്കെ പുഴുവൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നീറ്റായിട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി. കാരണം നമ്മളിത് സ്റ്റഫ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് ഫ്രൈ ചെയ്ത് അങ്ങനെ കഴിക്കാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ എല്ലാ ബ്രിഞ്ചോളിലും ഞാനിങ്ങനെ സ്റ്റഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 4 ഭാഗത്ത് സ്റ്റഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 4 ഭാഗത്ത് മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്ലേവർഫുൾ ആയിരിക്കും കേട്ടോ. അതല്ല 2 ഭാഗത്താണെന്നുണ്ടെങ്കിൽ ബ്രിഞ്ചോളിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് എങ്ങനെയായാലും അറിയും. പക്ഷേ ഇങ്ങനെ 4ആയിട്ട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് മസാലയ്ക്ക്. അതേപോലെ നല്ല ഫ്ലേവേർഡ് ആയിരിക്കും കഴിക്കുമ്പോൾ. അങ്ങനെ എല്ലാ ബ്രിഞ്ചോളും സ്റ്റഫ് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വറ്റൽമുളക്, കരിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്നും നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നല്ല ജീരകം ചേർക്കേണ്ട, വറ്റൽമുളകും കരിവേപ്പിലൊക്കെ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റായിട്ട് ബ്രിഞ്ചോൾ വെച്ച് കൊടുക്കുക കേട്ടോ. അത് ഓപ്ഷനിലാണ്, ഞാൻ ജസ്റ്റ് ചെയ്തേ ഉള്ളൂ. എന്നിട്ട് ഓരോരോ ബ്രിഞ്ചോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാവേ. ഞാൻ ആദ്യം തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതെന്ന് വെച്ചാൽ കളർ എല്ലായിടത്തും ഒന്ന് എണ്ണ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ബ്രിഞ്ചോളിൻ്റെ എല്ലാ സൈഡിലും എണ്ണ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിന് കുറച്ച് അധികം എണ്ണ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാനിവിടെ വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ, ഇത്രയും വഴുതനയ്ക്ക് ഞാൻ ആകെ അത്രയും എണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. സാധാരണ ഇത് എണ്ണയിൽ ഇങ്ങനെ കുളിച്ചിടക്കുന്ന ഒരു റെസിപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഞാൻ ഇത്ര എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് അടച്ച് വെച്ച് എല്ലാ സൈഡും വേവിച്ചെടുത്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റിലായിട്ട് എല്ലാം
നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റിലായിട്ട് ബാക്കി വന്നേക്കുന്ന പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ആ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്, ഒഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്കുണ്ടല്ലോ ഈ വഴുതനങ്ങ ഒന്ന് സോഫ്റ്റായി വരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വഴുതനങ്ങയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പം ബ്രിഞ്ചോൾ അത്യാവശ്യം സോഫ്റ്റാണ്. കാരണം ലഞ്ച് ബോക്സിന് കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് ഒന്നും കൂടി ടേസ്റ്റ്. ഏറ്റവും ലാസ്റ്റിൽ കുറച്ച് മല്ലിയില ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ വങ്കായ് കാരം റെഡിയാണ്. നല്ല അടിപൊളി എരിവുള്ളൊരു ആന്ധ്ര ഡിഷാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ 2 റെസിപ്പീസും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.